അനധികൃത കുടിയേറ്റക്കാരെ ജനസംഖ്യാ കണക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദപരമായ തീരുമാനം രാജ്യത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെയും ദശാബ്ദങ്ങളായുള്ള കീഴ്വഴക്കങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ നീക്കം അമേരിക്കയുടെ രാഷ്ട്രീയ ഭാവിയെയും സാമൂഹിക ഘടനയും ദൂരവ്യാപകമായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത സെൻസസ് നടത്തുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ കണക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കി ഒരു പുതിയ റിപ്പോർട്ട് തയ്യാറാക്കണം. ഇത് അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഭരണഘടന അനുസരിച്ച് പൗരത്വ ഭേദമന്യേ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തിയാണ് ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്തേണ്ടത്. ഈ കണക്കെടുപ്പ് 3 പ്രധാന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ ഓരോ സംസ്ഥാനത്തിനും എത്ര സീറ്റുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തിലും ലഭിക്കുന്ന ഇലക്ടറൽ കോളേജ് വോട്ടുകളുടെ എണ്ണം ആ സംസ്ഥാനത്തിലെ കോൺഗ്രഷണൽ സീറ്റുകളുടെ 2 സെനറ്റർമാരുടെയും എണ്ണത്തിന് തുല്യമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ഭവനം തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ഫെഡറൽ ഫണ്ടുകൾ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വിതരണം ചെയ്യുന്നത്.